ഇടിയൻ സെന്തു. പീറ്റർ ഹെയിൻ്റെ ഫൈറ്റ്, അടുത്ത തല്ലുമാല എന്നൊക്കെ തള്ളി തിയേറ്ററിൽ ദുരന്ത നിവാരണ സേന ഇറങ്ങേണ്ട അവസ്ഥ വരുത്തിയ പടം. സംവിധാനം, തിരക്കഥ ഇതൊന്നും ആരാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ഒരാൾ +2 പടമാണ്. എഴുതിയ ആൾ +2 വരെ പഠിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ +2 പോയിട്ടുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എഴുതായിരുന്നു സ്കൂൾ ലൈഫ് എന്താണെന്ന്. നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇടിയൻ സെന്തു ആവാനുള്ള കാരണങ്ങൾ കാണിച്ച് പടം തുടങ്ങുന്നു. മൊത്തം വേറെ യൂണിവേഴ്സാണ്, നമുക്കൊന്നും പരിചയമേ ഇല്ലാത്ത ഒരു യൂണിവേഴ്സ്. ഇടി കാരണം നാട് കടത്തപ്പെടുന്ന നായകൻ മറ്റൊരു സ്കൂളിൽ എത്തപ്പെടുന്നു, കോതമംഗലം. അടുത്തതായി കോതമംഗലം ടാർഗറ്റ് ചെയ്യുന്ന ഒരു വൻ മയക്കുമരുന്ന് മാഫിയ. എല്ലാം ടെറർ ആൾക്കാരാണ്. തമിഴൊക്കെ മുക്കി മെഴുകി പറയുന്നുണ്ട്. നായകനൊക്കെ ചെല്ലുന്നതേ നായകനെ ഇടിച്ചിടുന്ന ഒരു നായിക. ഇടിയുടെ കാരണമൊക്കെ ഭയാനകമാണ്. എല്ലാത്തിനും ലൈസൻസ് കൊടുക്കുന്ന പള്ളിയിലച്ചൻ പ്രിൻസിപ്പൽ ലാലു അലക്സ്. ഒരാളെ കാണുന്നതേ നീ കഞ്ചാവല്ലേടാ എന്ന് ചോദിക്കുന്ന ടീച്ചർ. അങ്ങനെ ആ ടീച്ചറിനൊരു പ്രശ്നം വരുമ്പോൾ ഇടപെട്ട് ഇടിച്ചു തീർക്കുന്നു സെന്തു. അങ്ങനെ മയക്കുമരുന്ന് മാഫിയയുമായി കോർക്കുന്നു സെന്തു. അതായത് ടെറർ വില്ലൻ സെന്തു സെലിംകുമാർ. ട്രംപിനേക്കാൾ PR വർക്കുള്ള നെപ്പോക്കിട്ട്. ഇനി സെന്തുവിൻ്റെ കണ്ണിലെന്തോ തീഷ്ണമായി ജ്വലിക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഇവരെയൊക്കെ കാണാം. മയക്കുമരുന്ന് മാഫിയ ഡോൺ, തമിഴ് പറയുന്ന സെന്തു. ഇടിയനെ വീട്ടിൽ കയറി ഇടിക്കുന്നു, കൊല്ലാൻ നോക്കുന്നു, അവൻ്റെ വെസ്റ്റിയെ കൊല്ലുന്നു. ഇടിയൻ പ്രതികാരം തീർക്കാൻ സ്കൂളിലെത്തുന്നു. +2 സ്കൂളിൽ മയക്കുമരുന്ന് മാഫിയയും കുട്ടികളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. ബാഹുബലിയിലെ അമ്പ് സീൻ വരെയുണ്ട്. പ്രിൻസിപ്പൽ കുട്ടികളെ പട്ടിയെ തുറന്നു വിടുന്ന പോലെ തുറന്നുവിട്ട് കടികൂടൽ കണ്ട് ആസ്വദിക്കുന്നു. വേറെ പണിയൊന്നുമില്ലാതെ മീഡിയ പോലും റിപ്പോർട്ട് ചെയ്യുന്നു മയക്കുമരുന്ന് മാഫിയയെ തല്ലി ഓടിക്കുന്ന കുട്ടികൾ. ലജ്ജാവഹം. പൂച്ചട്ടി തല്ലിപ്പൊട്ടിക്കാൻ എന്തിന് പീറ്റർ ഹെയിൻ? അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് നടന്ന അങ്ങേർക്ക് പട്ടി വിലയാക്കിയത് മലയാളം ഇൻഡസ്ട്രിയാണ്. ബാഹുബലിയിൽ നിന്ന് പുലിമുരുകൻ കൊണ്ടുവരുന്നു, അത് വെച്ച് വീണ്ടും 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 പ്രൊമോട്ട് ചെയ്യുന്നു. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, അയാൾ ഇന്ത്യൻ സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഹോളിവുഡ് സ്റ്റണ്ട് മാസ്റ്റർ അല്ല പീറ്റർ ഹെയിൻ. ഇനിയും പൊക്കിപ്പിടിച്ച് ഫീൽഡ് ഔട്ട് ആവാൻ ഇവിടെ കൂടിയേ ഉള്ളൂ. അങ്ങേരൊന്നും ഒരു ഹൈപ്പും അല്ല. അൻപറിവ് മാസ്റ്റേഴ്സ്. ഇവരെ കൂടി ഫീൽഡ് ഔട്ട് ആക്കാതെ നമ്മൾ അടങ്ങത്തില്ല. സെന്തു സെലിംകുമാറിൻ്റെ ടെറർ വില്ലനെയും വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ 22 വയസ്സുകാരനായുള്ള അഴിഞ്ഞാട്ടവും പീറ്ററിൻ്റെ പൂച്ചട്ടിയടിയും കാണേണ്ടവർ മിസ്സാക്കരുത്. ഇടിയൻ ചന്തു.